ഹലോ, നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഹെൽത്തി ആയിട്ടുള്ള കുവ ഹൽവയാണ്. അതിനായി 2 കട്ട ശർക്കര 1 കപ്പ് വെള്ളത്തിൽ തിളപ്പിച്ച് പാനിയാക്കി മാറ്റി വെക്കുക. പിന്നീട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ, നെയ്യ് ഉപയോഗിക്കാം. എൻ്റെ കയ്യിൽ നെയ്യില്ലാത്ത കാരണം ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചത്. തേങ്ങാക്കൊത്ത്, അണ്ടിപ്പരിപ്പ്, ഉണക്കമുന്തിരി, ബദാം പരിപ്പ് ഇതെല്ലാം വറുത്ത് കോരി മാറ്റി വയ്ക്കുക. ഹൽവയ്ക്ക് ഒരു ഫ്ലേവറിങ് കിട്ടാൻ വേണ്ടി 3 ഏലക്ക, 2 ടീസ്പൂൺ പഞ്ചസാരയിൽ നന്നായി പൊടിയാക്കിയിട്ട് മാറ്റി വയ്ക്കുക. ഹൽവ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് കൂവപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇത് വീട്ടിൽ നിന്ന് തന്നെ കൃഷി ചെയ്തെടുത്ത പൊടിയാണ്. 2 കപ്പ് വെള്ളം അളന്നിട്ട് ഞാനൊരു കപ്പിലേക്കാണ് എടുത്തത്. ആ കപ്പിൽ 2 കപ്പ് വെള്ളം ഈ പൊടിയിലേക്ക് ഒഴിച്ച് നന്നായിട്ട് മിശ്രിതമായിട്ട് വെച്ചതിന് ശേഷം പാൻ അടുപ്പത്ത് വെച്ച് കലക്കി വെച്ച കൂവപ്പൊടി പാനിലേക്ക് ഒഴിച്ച് നന്നായിട്ട് തിളപ്പിക്കുക. തിളച്ചതിന് ശേഷം നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട്. ഏകദേശം കുറുകി വരുമ്പം തിളപ്പിച്ച് മാറ്റി വെച്ചിട്ടുള്ള ചൂടാറിയതിന് ശേഷം ശർക്കര പാനി അതിലേക്ക് ഒഴിച്ചുകൊണ്ടിരിക്കുക. അതിനുശേഷം നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം. കട്ടിയാകുന്നത് വരെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ഏകദേശം കുറുകി കട്ടിയായി വന്ന സമയത്ത് വറുത്ത് കോരി വെച്ചിട്ടുള്ള തേങ്ങാക്കൊത്ത്, അണ്ടിപ്പരിപ്പ്, മുന്തിരി, ബദാം ഇവ പകുതി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് എല്ലാ ഭാഗത്തേക്കും ആകാൻ വേണ്ടിയിട്ടാണ് പകുതി ഒഴിച്ചു കൊടുക്കുന്നത്. ഈ സമയത്ത് നമ്മൾ പൊടിച്ചു വെച്ചിട്ടുള്ള ഏലക്കാപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ഇത് കട്ടിയായി വന്നതിന് ശേഷം ബാക്കി മാറ്റി വെച്ചിട്ടുള്ള തേങ്ങാക്കൊത്തും, അണ്ടിപ്പരിപ്പ്, മുന്തിരി, ബദാം പരിപ്പ് എന്നിവ അതിൻ്റെ മുകൾ ഭാഗത്തേക്ക് ഇട്ട് നന്നായിട്ട് വെള്ളം വറ്റി വന്നതിന് ശേഷമാണ് ഇത് ഇടേണ്ടത്. ഈ കൂവപ്പൊടി കൊണ്ടുള്ള ഹൽവ വളരെയധികം ടേസ്റ്റിയുമാണ്, ഹെൽത്തിയുമാണ്. വയറു സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്ക്, ഗ്യാസ്ട്രൈറ്റിസ്, അതുപോലെ വയറുവേദന, UTI എന്നിവ ഉള്ളവർക്ക് ഈ കൂവപ്പൊടിയുടെ വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് നല്ലതാണ്. നമ്മുടെ സ്പെഷ്യൽ കൂവപ്പൊടി ഹലുവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.